ഇറാനുമായുള്ള ചർച്ചകളിൽ നിർണായക പ്രതികരണവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നയതന്ത്ര ചർച്ചകളെ ഇറാൻ ഇപ്പോൾ കൂടുതൽ ഗൗരവത്തോടെ സമീപിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കിയ ട്രംപ്, അതേസമയം ഏത് നിമിഷവും ശക്തമായ സൈനിക നടപടി സ്വീകരിക്കാൻ അമേരിക്ക പൂർണ്ണ സജ്ജമാണെന്നും മുന്നറിയിപ്പ് നൽകി. ഇറാനുമായി ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കിയ ട്രംപ് പിന്നാലെ ഭീഷണിയും മുഴക്കി. നയതന്ത്രം പരാജയപ്പെട്ടാൽ കനത്ത ആക്രമണം നടത്താൻ യുഎസ് സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. നോക്കൂ, ഞങ്ങൾ ലോക്ക് ആൻഡ് ലോഡ് ആണ്. ആവശ്യമെങ്കിൽ ഏതു നിമിഷവും സൈനിക നടപടി സ്വീകരിക്കാൻ സജ്ജരാണ്. എന്നാൽ ഇപ്പോൾ അവരുമായുള്ള ചർച്ച നടക്കുകയാണ്. അതിനാൽ വീണ്ടും ആക്രമണം ആരംഭിക്കുന്ന നിർണായക ഘട്ടത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാനാകില്ല. ഒരുപക്ഷെ അവർ കീഴടങ്ങിയേക്കാം, പോരാട്ടം ഉപേക്ഷിച്ചേക്കാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഗുഹയിൽ ഒളിച്ചേക്കാം എന്ന് ട്രംപ് വ്യക്തമാക്കി. സംഘർഷം അവസാനിപ്പിക്കുന്നതിന് 2 സാധ്യതകളാണ് മുന്നിലുള്ളതെന്നും ചോദ്യത്തിന് മറുപടിയെ ട്രംപ് പറഞ്ഞു. ഒന്ന്, സൈനികമായ മാർഗമാണ്. ഇപ്പോൾ ചെയ്യുന്നതുപോലെ ആക്രമണം തുടരാം. ആവശ്യമെങ്കിൽ ആക്രമണം ശക്തമാക്കി ഇറാനെ പൂർണ്ണമായും തകർക്കാം. അതല്ലെങ്കിൽ ഒരു മികച്ച മാർഗം അവർ ധാരണയിലെത്തുക എന്നതാണ്. ഞങ്ങൾ അവരുമായി സംസാരിക്കുകയാണ്. അവർ ചർച്ചയെ മുമ്പത്തേക്കാൾ ഗൗരവമായി കാണുന്നുവെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു കരാറിലെത്തുമെന്ന് കരുതാൻ കഴിയില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാനുമായുള്ള സംഘർഷ സാധ്യതകളുടെ പശ്ചാത്തലത്തിലാണ് യുഎസ് പ്രസിഡന്റിന്റെ ഈ പ്രതികരണം. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾക്ക് രാജ്യ താൽപര്യങ്ങൾ ഉണ്ടെങ്കിലും തങ്ങളുടെ സുരക്ഷാ കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ട്രംപ് നൽകുന്നത്.